ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങളിതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പോൾ അത്ര സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഏത് ഫിഷ് ആയാലും ആദ്യം തന്നെ അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അധികം ചേർക്കണ്ട കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മതിയാവും. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഞാൻ 2 ടീസ്പൂൺ ആയിട്ടാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ 1 ലെമൺ ജ്യൂസും ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗം സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തത് അയക്കോറാണ്, നെയ്മീൻ എന്ന് പറയും. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ. ഏത് മീൻ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കുക. ഈവൻ അയില ആണെങ്കിൽ പോലും ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഈ മസാല ഒന്ന് മീനിലോട്ട് ചേർത്ത് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പം ഞാൻ ഈ ഒരു 10 മിനിറ്റ് മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയം വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. നന്നായിട്ട് മീനിലോട്ട് മസാലയൊക്കെ പിടിക്കും. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നതായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ മീൻ ബിരിയാണി വെക്കുമ്പോൾ ഇതുപോലെ കുറച്ച് മൈദപ്പൊടി മീനിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ഒരുപാട് ഇടരുത് കേട്ടോ, വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മീനൊന്നും പൊട്ടിപ്പോവില്ല. ചിലർ ചോദിക്കാറുണ്ട് മീനെല്ലാം ഉടഞ്ഞു പോകുന്നു മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതിനെന്തെങ്കിലും ടിപ്സ് ഉണ്ടോയെന്ന്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി, ഒരുപാടൊന്നും ഇടരുത്. കുറച്ച് ഇത് മീനിൻ്റെ മേലെ മാത്രം 2 സൈഡിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ മീൻ പെട്ടെന്നൊന്നും പൊട്ടിപ്പോവില്ല കേട്ടോ. പിന്നെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്ന ശേഷം മാത്രം അടുത്ത ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് തവണ ഇങ്ങനെ മറിച്ചിട്ട് കളിക്കാതിരിക്കുക. പിന്നെ ഒരുപാട് നല്ല ഡ്രൈ ഫ്രൈ ഒന്നും ആവണ്ട കേട്ടോ. ഒന്ന് കുറച്ച് 2 ഭാഗം ഒന്ന് കളറ് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിൽ ഞാനിതൊന്ന് മാറ്റിയെടുക്കാൻ പോവാണ്. കണ്ടോ, മീനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മീനൊക്കെ മാറ്റിയ ശേഷം ഈ തവയിലേക്ക് തന്നെ ഞാൻ കുറച്ച് സവാള അരിഞ്ഞിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ സവാളയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് മസാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്തോളാം. കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 വലിയ സൈസ് സവാള തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റും ഒരു സ്മെല്ലും ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുക. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ സവാള ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് ഈ ഒരു സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഒരു 3 മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ തക്കാളി ഒന്ന് റെഡിയായി വരുമ്പോഴേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ഇതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നന്നായി അരിഞ്ഞു പോകുന്നതും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത പോലെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതും ഞാനിതിലേക്കൊരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് പച്ചമുളക്, നമ്മളെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, അപ്പോൾ അത് എല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ ഒരു റോ സ്മെല്ല് പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ കുറച്ച് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തീന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ദം ചെയ്യണം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനാണ്. സവാള ഫ്രൈ ചെയ്തതാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊരു മീഡിയം സൈസ് സവാള നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക.
ഇനി നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസ് വേണം. ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മീൻ ബിരിയാണി ആണെങ്കിലും ഞാൻ കുറച്ച് തൈര് ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ തൈര് ചേർക്കുന്നില്ല, അതിന് പകരം ലെമണാണ് ചേർത്തത്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഈ മസാല ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ടും. പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ നല്ലൊരു സ്പെഷ്യലായിട്ട് ഈ മസാല ഉണ്ടാക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം, തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ദം ചെയ്തെടുക്കാനുള്ള ഒരു പാത്രത്തിലോട്ട് ഞാൻ സവാള ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് ചേർക്കണ്ട കേട്ടോ, നമ്മൾ മീനൊക്കെ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് തന്നെ അധികം ഓയിലൊന്നും ചേർക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ മാത്രം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇതിലൊന്ന് നിരത്തി കൊടുക്കാം. ഇനി മസാലയുടെ മേലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ മസാലയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഒരു ചെറിയ പീസ് മീനിൻ്റെ കഷ്ണം കൂടെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആ മസാലയിലേക്ക് പൊടിച്ച് ചേർക്കേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കാര്യം മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് ഒന്ന് പൊടിച്ച് ചേർക്കുകയാണ്. അതങ്ങനെ ചേർക്കുമ്പോൾ ഈ മസാലയ്ക്ക് നല്ല കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് മീനാകുമ്പോൾ ചിക്കൻ്റെ ഒന്നും പോലെയല്ലല്ലോ. അപ്പോൾ ഈ ഒരു മസാലയിൽ ഇതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മസാലയ്ക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ബാക്കി മീനും കൂടെ ഇതേപോലെ വെച്ച് കൊടുത്ത് അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള മസാലയും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ മീനിൻ്റെ ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ മറിച്ചൊന്നും ഇടരുത്, ഒന്ന് മീനിലോട്ട് ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോഴേക്കും നമുക്കൊന്ന് ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തതാട്ടോ. 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യുന്ന അളവിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സവാള ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ജീരകശാല അരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ പേസ്റ്റാക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ആ ഒരു മിക്സാണ്. അത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നിറച്ച് കൊടുക്കുക കേട്ടോ, അങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ചോറിന് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ആയിരിക്കും. ഇതിലോട്ട് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചോറ് ഇവിടെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ജീരകശാല അരിയാണ് എടുത്തത്. അപ്പോൾ 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള നിലയ്ക്കാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ജീരകശാല അരിയിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എൻ്റെ ചെറിയ ചെറിയ കുഞ്ഞു അരിയാണ്. ചിലർക്ക് അറിയില്ല ജീരകശാല അരിനെ കുറിച്ചിട്ട്, അതുകൊണ്ടാട്ടോ ഇങ്ങനെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ കയമ്മ എന്നൊക്കെ പറയുന്ന അരിയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി വേവിൻ്റെ കാര്യം ചിലപ്പോൾ ചോദിക്കൂ. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം പിന്നെ ചെറിയ തീയിലിട്ട് മാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക, തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഈ ചോറിനിപ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ചോറൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകുന്ന രീതിയിലാവരുത്, ഒരു 80% കുക്കായാൽ മതി. ഇനി നമുക്ക് മീനിൻ്റെ മേലെ ഇട്ടൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ മീൻ ബിരിയാണി ആകുമ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ കുക്കാവണം കേട്ടോ. കാരണം ഒരുപാട് നേരം നമുക്ക് മീൻ ബിരിയാണിക്ക് ദം ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മീനിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചോറിടുമ്പോൾ ഒരു ലെയർ ഇട്ട് കൊടുത്ത ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കാഷ്യൂ നട്ടും കിസ്മിസും കൂടെ ഫ്രൈ ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാഷ്യൂ നട്ടും കിസ്മിസും ഞാൻ പൊതുവേ മീൻ ബിരിയാണി ആണെങ്കിൽ കുറവാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ള ചോറും കൂടെ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം മേലേക്ക്.
അതിന് മേലെ നമുക്ക് ഇതുപോലെ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും സവാളയും ഫ്രൈ ചെയ്ത് വെച്ചതും പിന്നെ കുറച്ച് ഗരം മസാല കൂടെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. റൈസിന് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചോറെല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനിതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ മീനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചതിൽ വന്ന ഓയിലുണ്ടല്ലോ, വെളിച്ചെണ്ണ, അതാണ് ഞാനിതിൻ്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ദം ചെയ്തെടുക്കാം. മീനായതുകൊണ്ട് ഒരുപാട് ദമ്മിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഫോയിൽ വെച്ച് അടച്ച് ഒന്ന് ഇതുപോലെ അടച്ച് വെച്ച് ദം ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു 5-6 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി, ഒരുപാട് സമയമൊന്നും വെക്കണ്ട. അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന ഫിഷ് ബിരിയാണിയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ കോഴിക്കോടൻ ബിരിയാണി, നമ്മുടെ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും റെസിപ്പി ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ കുറേ വെറൈറ്റി റൈസുകളും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് നോക്കി കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റാണ്. സാധാരണ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അയല ബിരിയാണി ആണെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം, നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.